നമസ്കാരം. ഇപ്പൊ ട്രിവാൻഡ്രത്ത് ഗോപൻ സ്വാമിയുടെ സമാധിയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന് ഡീറ്റെയിൽസും കാര്യങ്ങളും ഞാൻ പറയുന്നില്ല. അത് പോസ്റ്റ്മോർട്ടത്തിന്റെ പ്രാഥമികമായിട്ടുള്ള കുറച്ച് റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. അതിന്റെ പൂർണ്ണമായ റിപ്പോർട്ടൊക്കെ വിത്ത് രാസപരിശോധനയ്ക്കുള്ള റിസൾട്ട് ഉണ്ട്. വേറെ അനാലിസിസ് എന്തൊക്കെ കൊടുത്തെന്ന് അറിയത്തില്ല. അതൊക്കെ റിസൾട്ട് വന്നിട്ട് ശരിക്കും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പറയാൻ പറ്റത്തുള്ളൂ. അത് കിട്ടിയതിന് ശേഷം നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. സോ ഇവിടെ മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം പറയാനുള്ളത്, ഇപ്പോൾ സോഷ്യൽ മീഡിയ എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഈ സമാധിയെ പറ്റിയും അന്ധവിശ്വാസത്തെ പറ്റിയും അത്തരം കാര്യങ്ങളിലേക്കാണ് പോകുന്നത്. ഈ സമാധി എന്ന് പറയുന്നത് അന്ധവിശ്വാസമല്ല. ഇപ്പം മെഡിക്കലി തന്നെ സസ്പെൻഡഡ് അനിമേഷൻ എന്നൊരു ടേം പറയും. അതിന് കാരണം, അതിൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ മെഡിക്കലി നമ്മൾ എങ്ങനെയാണ് ഒരാളെ പ്രൂവ് ചെയ്യുന്നത്, അതെല്ലാം നെഗറ്റീവായിട്ടിരിക്കുകയും പക്ഷേ കുറച്ച് ശേഷം അയാൾ ജീവിതത്തിലേക്ക് തിരിച്ചു വരികയും ചെയ്യും. മെഡിക്കൽ എന്താ പറയുക, ഇപ്പോൾ ദൈവത്തിൻ്റെ കൈ എന്ന് വേണമെങ്കിലും അല്ലെങ്കിൽ മിറാക്കിളായിട്ടുള്ള അത്ഭുതങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാവുന്ന തരത്തിൽ. പക്ഷേ മെഡിക്കലി ഇതുവരെ അതിനെപ്പറ്റിയുള്ള പൂർണ്ണ തോതിൽ ഒരു അറിവും കിട്ടിയിട്ടില്ല. അതേ കണക്കൊരു ടേമാണ് സമാധി എന്ന് പറയുന്നത്. ഇപ്പോൾ സ്വാമി വിവേകാനന്ദൻ ഈ സമാധി ആവുന്ന ആദ്യത്തെ മനുഷ്യനല്ല ഈ ആളെന്ന് പറയുന്നത്, ഈ സ്വാമി എന്ന് പറയുന്നത്. സ്വാമി വിവേകാനന്ദൻ ചെയ്തിട്ടുണ്ട്, ശ്രീനാരായണ ഗുരു, അല്ലെങ്കിൽ നമുക്കറിയാവുന്ന എത്രയോ വലിയ വലിയ ആൾക്കാർ ഇങ്ങനെ സമാധിയായി മരിച്ചു പോയിട്ടുണ്ട്. അവരുടെയൊക്കെ ബുക്കൊക്കെ വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു സ്വാമിയുടെ ബുക്ക് ഞാൻ വായിച്ച ഓർമ്മയുണ്ട്, ശ്രീരാമകൃഷ്ണ പരമഹംസയുടെ ഒരു ബുക്കിൽ അതിനത് കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. അദ്ദേഹം നല്ല ഫുഡ് കഴിക്കുന്ന ഒരു വ്യക്തിയാണ്. അന്ന് രാവിലെ അദ്ദേഹം ഭാര്യയോട് പറഞ്ഞു, ഇനി ഞാൻ പോവുകയാണ്, അപ്പം ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ അദ്ദേഹം സമാധിയിലേക്ക് പോകുന്നു. അതിനുശേഷം ശിഷ്യന്മാർ വരുന്നു, അദ്ദേഹത്തിനെ കൊണ്ടവിടെ സമാധി ഇരുത്തുന്നു. അങ്ങനെ ഒരു കാര്യം ആ ബുക്കിൽ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പം ഇതൊക്കെ സയൻസ് ആണോ അല്ലെങ്കിൽ ഇതൊക്കെ അന്ധവിശ്വാസമാണോ എന്ന് ചോദിക്കുന്നവരോട്, മെഡിറ്റേഷന് ഒരുപാട് പവറുണ്ട്. നമ്മുടെ മൈൻഡ് എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ സയൻസിന് ഇതുവരെ എത്തിപ്പറ്റാത്ത രീതിയിലുള്ള ഒരു കാര്യമാണ് ശരിക്കും മൈൻഡ് എന്ന് പറയുന്നത്. അതിനെ കൺട്രോൾ ചെയ്യാൻ ഉപയോഗിക്കുന്നത് മെഡിറ്റേഷനും യോഗയും കണക്കുള്ള ശരിക്കും പറഞ്ഞാൽ മെഡിറ്റേഷൻ വെച്ച് നമുക്ക് അതിനെ സേർട്ടൺ ലെവലിൽ കൺട്രോൾ ചെയ്യാൻ പറ്റും. അതിൻ്റെ സേർട്ടൺ പവർ വെച്ചിട്ട് നമ്മുടെ സിസ്റ്റത്തിനെ നമുക്ക് കൺട്രോൾ ചെയ്യുകയും അതിനെ സേർട്ടൺ ലെവലിൽ ഈ തരത്തിൽ നമ്മുടെ ബോഡീനെ ടോട്ടലി ഓഫാക്കി വെക്കാനും മരണത്തിലേക്ക് കൊണ്ടുവരാനും തിരിച്ച് സമാധിയിലായി പോയവർ എത്രയോ പേര് തിരിച്ചു വരുന്ന കാര്യങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ കേരളത്തിൽ നടക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഒരു അറ്റാക്ക് ചെയ്യുന്ന രീതിയിലാണ് എനിക്ക് സത്യം പറഞ്ഞാൽ പേഴ്സണലി ഫീൽ ചെയ്യുന്നത്. സമാധി എന്ന് പറയുന്നത് അന്ധവിശ്വാസമാണ്, അങ്ങനെ സംഭവം ഇല്ല എന്നാണ് പറയുന്നത്. സയന്റിഫിക്കലി അല്ലെങ്കിൽ സയൻസിന്റെ ഒരു ബാക്കിൽ ഞാൻ പറയുകയാണെങ്കിൽ ശരിക്കും സമാധി എന്ന് പറയുന്നത് സയന്റിഫിക്കലി പ്രൂവൺ അല്ല, സത്യമാണ്. എന്നാൽ സയന്റിഫിക്കലി അൺപ്രൂവൺ ആക്കിയിട്ടുമില്ല. ആ ഒരു അവസ്ഥയിലുള്ള കാര്യമാണ് നമുക്കറിയാം. ഇപ്പം സ്വാമി വിവേകാനന്ദനെയൊക്കെ നിങ്ങൾ ഫോളോ ചെയ്യുന്ന വ്യക്തിയാണ്, അല്ലെങ്കിൽ ശ്രീനാരായണ ഗുരുവിനെ ഫോളോ ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ ഒരിക്കലും സമാധിനെ തള്ളിപ്പറയാൻ പറ്റത്തില്ല. അതിൻ്റെ പിന്നിലുള്ള സയൻസിനെ പറ്റി പഠിക്കുകയാണെങ്കിൽ ശരിക്കും വളരെ സത്യസന്ധമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുവരെ സയൻസിൽ അങ്ങനെ ഒരു ടേമും ഇല്ല. അതിനെപ്പറ്റിയുള്ള ഒരു സയന്റിഫിക് ആയിട്ടുള്ള റിസർച്ചും കാര്യങ്ങളും ഇല്ല. ഇപ്പോൾ ബുദ്ധിസത്തിൽ, ജൈനിസത്തിൽ, സിഖിസത്തിലൊക്കെ ഇതിനെപ്പറ്റി പറയുന്നുണ്ട്. യോഗ ചെയ്യുന്നവർ, നല്ല രീതിയിൽ മെഡിറ്റേഷൻ്റെ ഒരു ലെവലിൽ എത്തുന്നവർ, കുറേ ടെർമിനോളജി കാര്യങ്ങളൊക്കെ ഉള്ള കാര്യമാണിത്. അപ്പം ആ ലെവലിൽ ഇതിനൊക്കെ പലതരത്തിലുള്ള